بسم الله الرحمن الرحيم الحمد لله رب العالمين الذي علم القرآن خلق الإنسان علمه البيان اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الحمد لله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الحمد لله നമ്മളൊക്കെ നിലവിലൊരു സാഹചര്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ഇങ്ങനെ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. എസ്പെഷ്യലി ഇന്നലെ രാത്രിയും രാവിലെയും ഓരോ നിമിഷവും സവിശേഷമായിട്ട് ഫലസ്തീൻ നമ്മൾ കാണുന്നുണ്ടാവും. വിശ്വാസികൾ അനുഭവിക്കുന്ന പലവിധത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ടാവും. ഇവിടെയൊക്കെ നമുക്ക് ചില ചോദ്യം ഉണ്ടാവും, അല്ലേ? പടച്ചോൻ എവിടെയാണ്? എന്തേ പടച്ചോൻ ഇടപെടാത്തത്? മഥാ നസ്റുല്ലാഹ്, ഖുർആൻ പ്രവേശിച്ച പോലെ എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം വരിക? ഇങ്ങനെ ചില ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് എന്താണ് സമാശ്വാസമായിട്ട് ജീവിതത്തിലേക്ക് ലഭിക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു ഉത്തരം നമുക്ക് അടുത്ത സൂറത്തുൽ കൗസർ പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു സമാധാനം, അല്ലേ? അതേപോലെ തന്നെ ജീവിത വിജയം, ഇത് കൈവരിക്കാൻ ഉള്ള വഴി എന്താണ് എന്നതിനെ കുറിച്ചാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. സവിശേഷമായി നമുക്ക് ആത്മാഭിമാനം ഉണ്ടാകാൻ, കോൺഫിഡൻസ് കിട്ടാനുള്ള ചില സംഗതികളും നമുക്ക് വരികൾക്കിടയിലൂടെ ഈ സൂറയിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. അതാണ് സൂറത്തുൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വളരെ ക്രിട്ടിക്കലായ സിറ്റുവേഷൻ, ക്രിട്ടിക്കൽ മീൻസ് വല്ലാത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന സന്ദർഭം, ഒറ്റപ്പെടുന്നു, നിരാലംബനാവുന്നു, ആരും സഹായത്തിനില്ല, ഉണ്ടായിരുന്ന ബിസിനസ്സും ഒക്കെ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു, കുടുംബക്കാരകലുന്നു, ചേർത്ത് പിടിക്കാൻ ആരുമില്ല, ദുർബലരായ കുറച്ച് ആളുകൾ മാത്രം. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അവതരിക്കുന്ന ഒരു സൂറയാണ് സൂറത്തുൽ കൗസർ. അപ്പൊ എന്നാൽ നമുക്കിങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ടെൻഷൻ അടിക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്കൊരു സമാശ്വാസമുള്ള ഒന്നാണ്. സവിശേഷമായി സൂറത്തുൽ ളുഹ, സൂറത്തുൽ ശർഹ്, ഇതിൻ്റെ ഒക്കെ ഒരു തുടർച്ച എന്ന നിലക്കാണ് നമ്മൾ ഈ സൂറയെ നമ്മൾ കാണേണ്ടത്. അതിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു അങ്ങനെയാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ ഈ സൂറയുടെ പ്രത്യേകത, നമ്മളെ ജീവിതത്തിൽ ചിലപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഓതാറുള്ള ഒരു സൂറയായിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ഓതാറുള്ള സൂറയ്ക്ക് സാധ്യത. ആ ഓതലിന്റെ പ്രചോദനം എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രചോദനം എന്താണെന്ന് നമ്മൾക്ക് തീരുമാനിക്കാൻ കഴിയണം. പക്ഷേ ഇനി നമ്മൾ ഓതാണെങ്കിൽ ആ പ്രചോദനം എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സൂറയുടെ ഒരു മനോഹാരിത നമുക്ക് എന്ത് ചെയ്യണം? ആ സൂറയുടെ ആശയ ഗാംഭീര്യമായിരിക്കണം നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ കൗസർ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. പരമാവധി ആളുകൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. أعوذ بالله من الشيطان الرجيم
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر. إنا أعطيناك الكوثر. അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഇ അല്ലേ, അത് ക്ലിയർ ആവണം. ഇന്ന 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 അഅ്തൈന അഅ്തൈനാക അഊദു പറയുന്നത് അഊദു അഅ്തൈനാകൽ കൗസർ الكوثر. فصل لربك وانحر فصل لربك وانحر. إن شانئك هو الأبتر. إن شانئك هو الأبتر. أبتر أبتر. أبتر. സൂറത്തുൽ കൗസർ അതാണ്, മൂന്നായത്താണെങ്കിലും ഇതിന്റെ പാരായണം, ഇതിന്റെ ആശയഗാംഭീര്യം ഓരോന്നും ഡിഫറെന്റ് ആണ് അല്ലെ. ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇതാണ് സൂറത്തുൽ കൗസർ. അൽഹംദുലില്ലാഹ്. ശരിക്കും ഈ സൂറ പഠിക്കാൻ പറ്റുന്ന തന്നെ ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ലൈഫിൽ അള്ളാഹു വലിയൊരു അനുഗ്രഹമാണ് സൂറത്തുൽ കൗസർ നമുക്ക് പഠിക്കാൻ പറ്റുകയാണ്. കൗസർ എന്ന വാക്കിന്റെ അർത്ഥം ഈ അബൻഡൻസ് എന്ന് പറയും അല്ലെ. അബൻഡൻസ് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് അബൻഡൻസ്? ധാരാളം. ധാരാളം അല്ലെ. അതുപോലെ കെസീർ എന്ന് പറയാം, ധാരാളം. പക്ഷെ കൗസർ എന്ന വാക്ക് നമുക്ക് വേറൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്. വാക്കുകൾക്ക് അതായത് ഒരു ഭാഷയുടെ ലിമിറ്റിന് അപ്പുറമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ, സൂറത്തുൽ കാഫിറും പഠിക്കുമ്പോൾ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ അല്ലെ, ഫ്യൂച്ചർ പ്രസന്റ് അങ്ങനെ അങ്ങനെ അതിന്റെ വ്യത്യാസം. ഇതുപോലെ ചില വാക്കുകളുടെ ഒരു ആശയ ഗാംഭീര്യം നമുക്ക് ഉൾക്കൊള്ളെങ്കിൽ അത് മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുക എന്നുള്ളത് പ്രയാസകരമാണ്. അങ്ങനെ ഒരു വേർഡാണ് സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറയിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ വല്ലാത്ത പ്രയാസം അനുഭവിച്ച, അതായത് നമ്മളൊക്കെ ഇങ്ങനെ എപ്പോഴും കംഫേർട്ട് സോണിൽ നിൽക്കാൻ ശ്രമിക്കും നമ്മൾ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ കംഫേർട്ട് സോണിനെ മറികടക്കാൻ തീരുമാനിച്ചു. അതിന് കാരണം അള്ളാഹു തന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് അല്ലെ. ആകാശഭൂമികൾ ഏറ്റെടുക്കാൻ വിസമ്മതിച്ച ദൗത്യം വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്തു. മനുഷ്യൻ അത് ഏറ്റെടുത്തു. ഇന്നഹു കാന ളലൂമൻ ജഹൂല, അത് മനുഷ്യൻ ചെയ്ത വല്ലാത്തൊരു പണിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അംഗീകരിച്ചാലില്ലെങ്കിലും നമ്മൾ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തേ മതിയാവുള്ളൂ. നിർവഹിച്ചാലുള്ള അനുഗ്രഹം നമുക്കുണ്ടാകും, നിർവഹിച്ചില്ലെങ്കിലുള്ള കോൺസിക്വൻസസ് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ബുദ്ധിപരമായ നടപടി എന്താ? ഞാൻ ഉദാഹരണം പറയാം കേട്ടോ, ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മള് നാട്ടിലൊക്കെ നല്ല മഴയാണല്ലോ അല്ലെ, നല്ല മഴയാണ്. അപ്പോ ഫ്ലഡ് ഉണ്ടാവും, ഇങ്ങനെ നാച്ചുറൽ കലാമിറ്റീസ് പലതും വരും. അല്ലെങ്കിൽ യുദ്ധം കാണുന്നുണ്ട് അല്ലെ. യുദ്ധത്തില് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഇസ്രായേലില് നിങ്ങൾക്കറിയോ, വീടുകളുടെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ, ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വേണമെങ്കിൽ പാർക്കിംഗ് സ്ലോട്ട് വേണ്ടി വരും. ഇങ്ങനെ പല ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ ഇസ്രായേലിൽ സവിശേഷമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്താ അറിയോ നിങ്ങൾക്ക്? എന്താ? എനിവൺ?
ഇനിയിപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം വേണ്ട ആ എക്സാമ്പിൾ പറഞ്ഞു. ബങ്കർ ഉണ്ടാക്കണ ബങ്കർ ഉണ്ടാവണം അല്ലെ, അണ്ടർഗ്രൗണ്ടിൽ ഫെസിലിറ്റി ഉണ്ടാവണം, എന്നാലേ അപ്രൂവൽ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു ബുദ്ധിപരമായ നടപടി എന്താണ്? യുദ്ധം ഉണ്ടാകുമ്പോഴാണല്ലോ ബങ്കർ ആവശ്യമുള്ളൂ. യുദ്ധം ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട് അല്ലെ, ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഒരാൾ തീരുമാനിക്കേണ്ടത് ഞാൻ എന്തായാലും ബങ്കർ ഉണ്ടാക്കുന്നില്ല. അപ്പൊ എന്നോട് ചോദിക്കുന്നത്, ബങ്കർ ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്, പക്ഷേ ഒരു വീടുണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ കേട്ടോ, ബങ്കർ ഉണ്ടാക്കുന്നതാണോ ഉണ്ടാക്കാതിരിക്കുന്നതാണോ നല്ലത് ബുദ്ധിപരം? ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്നത് അല്ലേ. ഇപ്പൊ നിങ്ങൾ വേണ്ട നാട്ടിൽ വീടുണ്ടാക്കാം, നമുക്കറിയാം പിന്നെ മഴ വെള്ളപ്പൊക്കമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ വീടുണ്ടാക്കുമ്പോൾ ബുദ്ധിപരമായ നടപടി എന്താ? വെള്ളപ്പൊക്കം വരാതിരിക്കാം, പക്ഷേ വീടുണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് പോലും സംരക്ഷിക്കാൻ പാകത്തിൽ വീടുണ്ടാക്കാം. അതാണ് ബുദ്ധിപരം അല്ലേ. ഇതുപോലെയാണ് നമ്മുടെ പരലോക ജീവിതം. പരലോകം ഉണ്ട് എന്നുള്ള നമുക്ക് യഖീൻ ഉണ്ടാവണം, അതുണ്ട്. ഇനി അഥവാ അതിൽ വല്ല കുറവുണ്ടെങ്കിൽ അവസ്ഥ പറയാട്ടോ, അങ്ങനെ കുറവുണ്ടാകാൻ പാടില്ല. കുറവുണ്ടെങ്കിൽ നമ്മളെന്ത് പ്രിക്കോഷൻ എടുക്കേണ്ടത്? അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞാൽ അതല്ലേ ബുദ്ധിപരം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഒരു കൺഫ്യൂഷനും ഇല്ല, ഒരു ക്ലാരിറ്റി കുറവില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഫോക്കസ് നാളെ പരലോകത്തിലേക്ക് ആക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം അല്ലെ, ഈ ദൗത്യം നിർവഹിച്ചാലാണ് നമുക്ക് പരലോകത്ത് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ദൗത്യ നിർവഹണം നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണുള്ള ബോധ്യത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇറങ്ങിത്തിരിക്കണം അല്ലെ. അതാണ് ബുദ്ധിപരമായ നടപടി. അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, ചലഞ്ചുകൾ, ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യാൻ വിശ്വാസികൾക്ക് സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഈ സൂറ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളുടെ കൂടെ ഇരിക്കും. അനസ് റിപ്പോർട്ട് എന്ന ഹദീസിൽ പറയുന്നുണ്ട്, നബി ഇങ്ങനെ പുഞ്ചിരിക്കാം. എന്താ സംഭവം എന്ന് വെച്ചപ്പോ, എനിക്ക് ഇന്നൊരു സൂറ അവതരിക്കപ്പെട്ടു. ആ സൂറയെ കുറിച്ച് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സൂറയെ കുറിച്ച് പറയുന്നത് പരലോകത്ത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, അൽ കൗസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആ അനുഗ്രഹത്തെ കുറിച്ച് ഓർത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിക്കുന്നത്. ഈ സൂറയെ കുറിച്ച് പറയുന്നത് മക്കി സൂറയാണെന്നാണ് പ്രബലമായ അഭിപ്രായം. ഉണ്ടല്ലോ മക്കി സൂറ. മക്കി സൂറ അതിന്റെ പ്രത്യേകത എന്താ? വിശ്വാസികളെ അവരുടെ ഈമാനികമായ ഉറപ്പ് അവർക്ക് ഉണ്ടാക്കുക എന്നാണ് മക്കി സൂറകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഓക്കെ, അൽ കൗസർ എന്ന വാക്കിനെ കുറിച്ച്, വാട്ട് ഈസ് കൗസർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു പറയാണ് ഇന്ന അഅ്തൈനാക്കൽ കൗസർ. അത് നമുക്ക് വാക്കർത്ഥം നോക്കിയിട്ട് വിശദീകരണത്തിലേക്ക് വരാം. എന്താ അള്ളാഹു പറയുന്നത്? ഇന്ന നിശ്ചയമായും നാം, സൂറത്തുൽ കൗസർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാൾ വായിക്കണേ, മീനിങ് വായിക്കോ പ്ലീസ്. In the name of Allah, the most merciful, the compassionate. Inna a'tainakal kawthar. O Prophet, we have surely bestowed upon you good in abundance. ഇന്ന നിശ്ചയമായി നാം അഅതൈനാക താങ്കൾക്ക് നൽകിയിരിക്കുന്നു അൽ കൗസർ അല്ലെ, ധാരാളിത്തം. കൗസർ എന്ന വാക്ക് നമുക്ക് പ്രയോഗിക്കാം അല്ലെ. ഇന്ന ഇൻഡീഡ് വി, ഇന്ന എന്നുള്ളത് ഇന്ന നിശ്ചയമായോ. അപ്പൊ ഇന്ന നാ എന്ന് പറഞ്ഞാല് നാം, അപ്പോ ഇന്നനാ എന്ന് പറയാ. നിശ്ചയമായും നാം അഅതൈനാക നിനക്ക് നൽകിയിരിക്കുന്നു. ഓൾറെഡി ഗിവൺ എന്നാ പറഞ്ഞേ. We have given you. നൽകി, നാം നൽകി, ആർക്കാ? നിനക്ക് നൽകി. അൽ കൗസർ അല്ലെ, അൽ കൗസർ. അപ്പൊ അൽ കൗസർ എന്ന് മനസ്സിൽ വെച്ചാൽ മതി, എന്നാ നമുക്ക് വിശദീകരിക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫസല്ലി ലിറബ്ബിക വൻഹർ.
So, So offer prayer and sacrifice to your Lord alone. ഫസല്ലി റബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടിയിട്ട് നീ നമസ്കരിക്കുക. വൻഹർ, സാക്രിഫൈസ്. ഫസല്ലി, പ്രേ, ലിറബ്ബിക, ടു യുവർ ലോഡ്. അപ്പൊ ഫസല്ലി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ നമസ്കരിക്കണം. ആർക്ക് വേണ്ടിയിട്ടാണെന്നാണ് പ്രധാനം. ലിറബ്ബിക, ടു യുവർ ലോഡ്. വൻഹർ, ആൻഡ് സാക്രിഫൈസ്. പിന്നെ പറയുന്നത് ഇന്ന ഷാനിഅക, Who will abstain? ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. Verily your enemy alone has been cut off from the root. ഇന്ന, നിശ്ചയമായും, ഷാനി എന്ന് പറഞ്ഞ വിരോധി എന്നാണ്. ഷാനിഅക, നിന്റെ വിരോധി. എനിമി, ഹുവൽ അബ്തർ, കട്ട് ഓഫ് ഫ്രം ദി റൂട്ട്, വേരറ്റവനാണ്. ഇന്ന, ഇൻഡീഡ്, ഷാനിഅക, യുവർ എനിമി, ഹി ഈസ് അൽ അബ്തർ, വൺ കട്ട് ഓഫ്. ഓക്കെ, ഇതാണ് സൂറത്തുൽ കൗസർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ചെറിയൊരു സൂറയാണെങ്കിലും കുറേ അർത്ഥങ്ങളുണ്ട്. ഇൻഷാല്ലാ നമുക്ക് കുറച്ചൊന്ന് ആലോചിച്ചിട്ട് പോവാം. അങ്ങനെയുണ്ടല്ലോ, വെറുതെ വാക്കുകൾ പഠിക്കുന്നതിനേക്കാൾ. എന്താ അല്ലാഹു പറയുന്നത്? ഇന്ന, ഇൻഡീഡ് വി, നിശ്ചയമായി നാം, അഅതൈനാക, അഅതാ യുഅതി എന്ന് പറഞ്ഞാൽ നൽകി. നാം അഅതാ യുഅതി, നൽകി. അഅതൈന, നാം നൽകി. ക, നിനക്ക്. ക, നിനക്ക്, അല്ലെ? അല്ലാഹു പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. വി ഹാവ് ഗിവൺ യു എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? പാസ്റ്റ്, സോറി, ഇത് വി ഹാവ് ഗിവൺ എന്ന് പറയുന്നത് ഏതാണ്? പ്രസന്റിൽ ഏത് ഫോമ വരിക? പ്രസന്റ് ആണോ പാസ്റ്റ് ആണ് വരിക? ഇംഗ്ലീഷിലാ? Given പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ വരിക? അല്ലേ? Present perfect. പ്രസന്റ് പെർഫെക്റ്റ് വരുമ്പോ മീനിങ് എന്താ വരിക? അല്ലെ? അതായത് ഒരു സംഗതി കഴിഞ്ഞിട്ടുണ്ടാവും, അതിന് ഇമ്പാക്ട് എന്തുണ്ടാകും? ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഖുറാനിലെ ചില പ്രയോഗങ്ങള് എന്താ വെച്ചാല്, ഇന്ന ഇവിടെ ആത്വ ശരിക്കും എന്ന് വെച്ചാല് പിന്നെ പാസ്റ്റിലേക്ക് മീനിങ് വരും. പക്ഷെ ഇതിന്റെ നമ്മൾ അതിന്റെ ട്രാൻസ്ലേഷൻ വി ഹാവ് ഗിവൺ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തില് ഇപ്പൊ നമ്മള് അബൂലഹബിനെ കുറിച്ച് പറഞ്ഞല്ല. തബ്ബത് യദാ അബി ലഹബ്, അബൂലഹബിന്റെ 2 കരങ്ങളും നശിച്ചു. വചബ്, അത് നശിച്ചത് തന്നെ പാസ്റ്റ് ആണ്. ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാല് ഇത് ഉറപ്പാണ്, എൻഷുർ ചെയ്ത സാധനമാണ്. അങ്ങനെ ഉണ്ടല്ലോ. അതായത് മേ എന്നല്ല പറയുന്നത്, അല്ലെ? അല്ല നൽകുമായിരിക്കാം, അല്ലെങ്കിൽ ഹി വിൽ ഗിവ് എന്നല്ല പറയുന്നത്. മറിച്ച് എന്താ പറയുന്നത്? ഓൾറെഡി ഇറ്റ് ഈസ് ഗിവൺ, ഇത് നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, അല്ലെ? നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏതുപോലെ വെച്ചാല് ഈ ചിലപ്പം ഈ രക്ഷിതാക്കള് മക്കൾക്ക് വേണ്ടി സ്വത്ത് എഴുതി വെക്കും വിത്ത് കണ്ടീഷൻ. എന്താ പറയാ? എൻ്റെ മരണശേഷം എൻ്റെ സ്വത്ത് ഇന്ന ആൾക്ക് പോകും. വസിയത്ത് മക്കൾക്ക് പറ്റില്ല കേട്ടോ, അനന്തരാവശ്യങ്ങൾക്ക് പറ്റില്ല. എൻ്റെ മരണശേഷം എൻ്റെ സ്വത്ത് ഇന്ന ആൾക്ക് പോകും, അല്ലേ? അത് എഴുതി വെക്കാൻ പറ്റില്ലേ? അങ്ങനെയല്ല, ലീഗലി എഴുതി വെക്കാൻ പറ്റുമല്ലോ. അതിന്റെ അർത്ഥം എന്താ? മരിച്ചു കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇതുപോലെ ഉറപ്പിക്കപ്പെട്ട സംഗതിയാണ്, ഓൾറെഡി വാഗ്ദാനം ചെയ്യപ്പെട്ട ഒന്നാണ്. ഇന്ന ആതൈനാക, നാം നിങ്ങൾക്ക് നൽകി. അൽ കൗസർ, അബൻഡൻസ്, അല്ലേ? ഇതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ കൗസർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വെറുതെ ചില ക്വസ്റ്റ്യനുകൾ ചോദിക്കാം. അതായത് അള്ളാഹു ഇതിലൂടെ എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഒന്ന്, ഇവിടെ കൗസർ എന്ന് പറയുമ്പോൾ അതിന് വ്യത്യസ്ത അർത്ഥം. നേരത്തെ പറഞ്ഞ പോലെ അബൻഡൻസ്, ധാരാളമായ അനുഗ്രഹം, അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്, അത് അല്ലെ? എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണത്. അതിനെക്കുറിച്ച് ഒന്ന് ദുനിയാവിൽ അനുഗ്രഹമുണ്ട്, രണ്ടാമത്തെ നാളെ പരലോകത്ത് അനുഗ്രഹമുണ്ട്. എന്താ അൽ കൗസർ എന്ന് പറഞ്ഞാൽ? നെഹ്റും ഫിൽ ജന്ന, സ്വർഗത്തിലെ ഒരു അരുവിയാണ്, ഒരു പുഴയാണ്. ഇതിലെ വലിപ്പം പറയുന്നത് എന്താണോ? അതിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്
അച്ചദ്റൂന മൽ കൗസർ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് കൗസർ? തഫ്സീൽ കശാഫിൽ പറയാട്ടോ, ഇന്നഹു നഹ്റുൻ ഫിൽ ജന്ന, അത് സ്വർഗത്തിലെ ഒരു നെഹ്റാട്ടോ. അതുകൊണ്ട് ഞാനിത് വിശദീകരിക്കും. നമ്മുടെയൊക്കെ മനസ്സിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു ലോകത്തെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടാവണം. കുറച്ച് നേരം എന്ത് ചെയ്യുക, നമ്മൾ ഇന്നത്തെ പ്ലാനും നാളത്തെ ടെൻഷനും അങ്ങനെ ഉണ്ടല്ലോ, നാളെ ഇപ്പോൾ ഓഫീസിൽ പോയി എന്താ ചെയ്യുക, എന്തോ ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം എന്ത് ചെയ്യുക, നമ്മുടെ മൈൻഡ് നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരിക. നമുക്ക് ഉറപ്പുള്ള ഒരു ലൈഫ് ഉണ്ടല്ലോ, അവിടെ എന്താ കാണാൻ പോകുന്നത്. അപ്പൊ ഇന്നഹു നെഹ്റു ഫിൽ ജന്ന, സ്വർഗത്തിലൊരു നെഹ്റാണത്. വഅദനീഹി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്തതാണ്. ഫീഹി ഖൈറുൻ കസീർ, അതിൽ ധാരാളം നന്മകളുണ്ട്. ഓക്കെ, എന്നിട്ട് അതിന്റെ സിഫത്തിനെ കുറിച്ച് പറയാണ്, വിശേഷണം. അഹ്ലാ മിനൽ അസ്ൽ, അതായത് തേനിനേക്കാൾ മധുരമുള്ളതാണത്. വഅശദ്ദു ബയാളൻ മിനൽ ലബൻ, പാലിനേക്കാൾ എന്താ അശദ്ദു ബയാളൻ, വെളുത്തത്. വഅബ്റദു മിനൽ സൽജ്, അതായത് മഞ്ഞിനേക്കാൾ തണുപ്പുള്ളത്. ഇവിടെ അഹ്ല, അഷദ്, അബ്റദ് എന്നൊക്കെ സൂപ്പർലേറ്റീവ് ഡിഗ്രി കേട്ടോ. എന്ന് പറഞ്ഞാലേ അതിനേക്കാൾ നല്ല മധുരം ഉണ്ടാവില്ല. അപ്പം മധുരം എന്ന് പറയുമ്പോൾ ഈ തേന്റെ മധുരം തന്നെ സഹിക്കാൻ പറ്റില്ല, അങ്ങനെ ചിന്തിക്കേണ്ടത്. മറിച്ച് നമുക്ക് ആസ്വാദ്യകരമായ മധുരം എന്ന അർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് കേട്ടോ. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാം. അങ്ങനെ ഉണ്ടല്ലോ, മഞ്ഞിനേക്കാൾ തണുപ്പുള്ളത്, എനിക്ക് തണുപ്പ് പറ്റൂല എന്നല്ലേ ചിന്തിക്കണം. മറിച്ച് എന്ന് വെച്ചാൽ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ളത്, കുടിക്കാൻ ഏറ്റവും അങ്ങനെ ഉണ്ടല്ലോ, ഏറ്റവും മികച്ച ഒരു പാനീയം എന്ന രീതി കാണാം. പിന്നെ എന്താണ്, അതായത് നുരയേക്കാൾ അല്യൻ, ഏറ്റവും നൈർമല്യമുള്ളത്. അല്ലെ, നുര പതയാണല്ലോ, നുര ഉണ്ടല്ലേ, അതിനേക്കാൾ നൈർമല്യമുള്ളത്. ഹഫതാഹു സബർജത്ത് വഅവാനീഹി മിൻ ഫില്ലത്തിൻ അദദു നുജൂമുസ് സമാ. അതായത് ഇതിന്റെ വേറൊരു ഹദീസ് പറയുന്ന ഒരു വ്യാഖ്യാനം വെച്ചാൽ, ഇതിന്റെ കരകളിൽ ഇങ്ങനെ ഇതിന്റെ കല്ലുകൾ പോലും ഓരോന്നും ഭയങ്കര യുണീക്ക് ആയിരിക്കും. എന്നിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് വഅവാനീഹി മിൻ ഫില്ല അദദു നുജൂമുസ് സമാ, അതിന്റെ പാത്രങ്ങള് എന്തുള്ളതായിരിക്കും? ഫില്ല. ഫില്ല എന്താ? വെള്ളി കൊണ്ടുണ്ടായിരിക്കും. പിന്നെ അതത് നുജൂമുസ്സമ, ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ അത്ര എണ്ണുണ്ട്. അപ്പൊ നിങ്ങള് ഈ നമ്മുടെ ഒരു സങ്കല്പം, ഈ ഹൗല് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് പള്ളിയിലെ ഹൗലൊക്കെ ഓർമ്മ വരാം. അള്ളാ, അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും തിരക്കൂട്ടിയിട്ട് ഇങ്ങനെ അല്ലേ, എത്ര മനുഷ്യന്മാരുണ്ടാവും. അപ്പോ ഈ ഹൗലിന്റെ ചുറ്റും ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോരി കൊടുക്കും. ഇങ്ങനെ നമ്മുടെ കുറെ സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള ഒന്നാണെന്ത് ഹൗലുൽ കൗസർ എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ നാട്ടിലെ ഹൗൽ സങ്കല്പിക്കല്ലേ കേട്ടോ, കാരണം അത് നമ്മുടെ ഇമാജിനേഷൻ അപ്പുറമാണ്. അതിനോട് പറയുന്നത് അതത് നുജൂമുസ്സമ, അത് മാത്രം നോക്കിയാൽ മതി. ഒരാൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യോ, പിന്നെ നമ്മുടെ ഗാലക്സി ഏതാണ്? മിൽക്കി വേ. മിൽക്കി വേ. മിൽക്കി വേയിൽ എത്ര സ്റ്റാർസ് ഉണ്ടെന്ന് ഒന്ന് നോക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിട്ടിയ പറഞ്ഞ കേട്ടോ, മിഅ്റാജ് വേളയില് ഈ സ്വർഗത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ഇരു കരകളിലും മുത്തുകൊണ്ടുള്ള ഗോപുരമുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, ഏത് ഇവിടെ ഈ നദി കണ്ടപ്പോ, ഏത് ഈ കൗസറിന്റെ താഴെ മണ്ണിന്റെ ഗന്ധം, ഈ മണ്ണുണ്ടാവില്ല, ഈ പുഴയിലൊക്കെ ചെളി എന്നുള്ളത് നല്ല സുഗന്ധമായിരിക്കുമോ? സുഗന്ധമായിരിക്കുമോ? സംശയം സുഗന്ധമായിരിക്കൂല അല്ലേ? നോർമൽ സുഗന്ധമല്ല. പക്ഷേ ഇതിന്റെ അടിയിലെ മണ്ണിന് കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും, ഏറ്റവും നല്ല സുഗന്ധമായിരിക്കും അതിന്റെ മണ്ണിനുണ്ടാവുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ കൂടെ നടക്കുമ്പോ അങ്ങനെയുണ്ടല്ലോ, മുത്തുകൊണ്ടുള്ള ഗോപുരങ്ങളുള്ള ഇത്രയും മനോഹരമായ വെളുത്ത നദി കണ്ടപ്പോൾ ചോദിച്ചു ഇതെന്താ സംഭവം? അത് അല്ലാഹു താങ്കൾക്ക് നൽകിയ കൗസർ നദിയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് അതിനെ കുറിച്ചുള്ള വ്യത്യസ്ത വർണ്ണനകളുണ്ട്. അതിന്റെ അടിയിൽ കല്ലിന് പകരം എന്തായിരിക്കും? രത്നങ്ങളായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയത് എത്ര സ്റ്റാർസ് ഉണ്ട്?
100 to 400 billion. Now, 100 to 400 billion stars are there in only in Milky Way, അല്ലേ? അതെ. അപ്പൊ എത്ര ഈ ഇതുണ്ട്, പിന്നെ ഗാലക്സികളുണ്ട്, അതുകൂടി നോക്കും. ശരി. ആ എത്ര, ഹൗ മെനി ഗാലക്സി, എത്ര ഗാലക്സീസ് ഉണ്ട്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഈ ജെയിംസ് വെബ് ഉണ്ടല്ലോ, പുതിയ ടെലസ്കോപ്പ്, ജെയിംസ് വെബിന്റെ പുതിയ പിക്ചേഴ്സ് ഒക്കെ വന്നപ്പോ നാസയുടെ ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ലോകം എന്ന് പറയുന്നത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിന് അപ്പുറമുള്ള വലിയൊരു ലോകമുണ്ട്, ഇപ്പോഴും മനുഷ്യന് എത്തിപ്പിടിക്കാൻ കഴിയില്ല, അല്ലേ? അപ്പൊ നോക്കി നോക്ക്, എത്ര ബില്യൺസ് ഓഫ് സ്റ്റാർസ് ആണ് മിൽക്കി വേയിൽ മാത്രം ഉള്ളത്. അതേപോലെ തന്നെ എത്ര ഗാലക്സികളുണ്ട്. കിട്ടിയോ? കിട്ടുമല്ലോ, നിങ്ങൾ സെർച്ച് ചെയ്യട്ടോ. സെർച്ച് ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാല് ഞാൻ ഉദ്ദേശിച്ച സംഗതി ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു വലിപ്പം മനസ്സിലാവും, അല്ലെ? ഇനി ഒരിക്കലും ഹൗദുൽ കൗസർ എന്ന് പറയുമ്പോൾ നമ്മുടെ പള്ളിയിലെ ഹൗദ് ഒരിക്കലും മനസ്സിൽ വരരുത് കേട്ടോ, അങ്ങനെ ചെറിയൊരു സംഭവം. അപ്പൊ എത്രയും മനോഹരമായിട്ടുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹം. ഇതാണ് ഇന്ന ആറ്റുനാക്കൽ കൗസർ എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം, അല്ലെ? നാളെ പരലോകത്തിൽ ലഭിക്കുന്ന വലിയ അനുഗ്രഹത്തെ കുറിച്ച് അള്ളാഹു പറയാണ്. രണ്ടാമത്തേത് എന്താ ചോദിച്ചു കഴിഞ്ഞാല്, കൗസർ, അബൻഡൻസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത ധാരാളം അനുഗ്രഹങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഗാലക്സികളുടെ എണ്ണം കിട്ടിയോ? 200 billion to 2 trillion. 200 ബില്യൺ ടു 2 ട്രില്യൺ ഗാലക്സികളുണ്ട്, അല്ലെ? അതിലൊരു ഗാലക്സി മാത്രം എന്ത്? മിൽക്കി വേ. അതിലുള്ള നക്ഷത്രങ്ങൾ തന്നെ എണ്ണിയാ തീരൂല, അല്ലെ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്ത് പിന്നെ ഈ ഹൗദുൽ കൗസറിന്റെ വലിപ്പം ആലോചിച്ച് നോക്കി, പിന്നെ സ്വർഗത്തിന്റെ കാര്യം എന്തു പറയാനാ, അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഇത് ശരിക്ക് പിന്നെ നമ്മള് ഈ അർത്ഥത്തിലൊരു ഇമാജിൻ ചെയ്യാൻ പറ്റണം. അതായത് നമുക്ക് അള്ളാഹുവിന്റെ, ഞാൻ ഗാലക്സികൾ എന്നൊക്കെ നോക്കാൻ പറഞ്ഞത്, അള്ളാഹു സൃഷ്ടിച്ച വലിയ പ്രപഞ്ചത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ ഏറ്റവും അനുഗ്രഹീതനായ മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് ആർക്കും സംശയമുണ്ടോ? ഇല്ല. ഒരിക്കലും ഇല്ലല്ലോ, അല്ലെ? ഒരിക്കലും ഇല്ലല്ലോ, ആർക്കും ഡൗട്ട് ഇല്ലല്ലോ, അല്ലെ? നമ്മുടെ മക്കള്, അല്ലെ, നമ്മള് മക്കളോ നമ്മുടെ ബ്രദേഴ്സ് ആരോ ആവട്ടെ, ആരെപ്പോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം ഇല്ലാതെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആയിത്തീരണം, അല്ലെ? മാതൃക സ്വീകരിക്കണം. ഇങ്ങനെ നമ്മൾ, അല്ലെ, നമുക്കൊരു സംശയം ഉണ്ടാവില്ലല്ലോ അത്. അതാണ് ഏറ്റവും അനുഗ്രഹീതന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിച്ചോട്ടെ, ഇതിൽ കൗസർ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത അനവധി അനുഗ്രഹങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അനുഗ്രഹങ്ങൾ ഒന്ന് പറയോ? നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം പറയാം, പെട്ടെന്ന് ഓർമ്മ വരുന്നത് പറയാം. നമ്മുടെ ഹബീബിനെ കുറിച്ച് ഒന്നും അറിയില്ലേ? അമീന. നല്ല സ്വഭാവം നൽകി, അല്ലെ? പഠിപ്പിക്കുന്നുണ്ട്, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നല്ല സ്വഭാവം. ഈ സ്വഭാവം ഇവിടുന്ന് കിട്ടിയ ഫബിമാ റഹ്മത്തിൻ മിൻ അല്ലാഹി ലിൻത ലഹും, അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ടാണ് ആളുകളോട് സൗമ്യമായി പെരുമാറുന്നത്, അല്ലെ? ഈ സ്വഭാവം ഒക്കെ. ഓക്കെ, പിന്നെന്താ? പ്രവാചകത്വം. പ്രവാചകത്വം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പിന്നെ ഖുർആൻ അവതരിപ്പിച്ചു. ഖുർആൻ നൽകി എന്ന്, അല്ലെ? നുബുവത്ത്, അല്ലെ? ഖുർആൻ അവതരിപ്പിച്ചുള്ള വലിയ അനുഗ്രഹമാണ്. ഓക്കെ, ഓക്കെ. നമുക്ക് എന്താ ലോകാവസാനം വരെ വാഴ്ത്തപ്പെടുന്നു. ലോകാവസാനം വരെ വാഴ്ത്തപ്പെടുന്നു റസൂലുള്ളാഹി. വലിയ അനുഗ്രഹമാണ്, അല്ലെ? ലോകാവസാനം വരെ വാഴ്ത്തപ്പെടും, ലോകാവസാനം വരെ വാഴ്ത്തപ്പെടും, അല്ലെ? പിന്നെ ഒരു വലിയ സമൂഹത്തെ സംസ്കരിച്ചെടുത്തു, അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബിയുടെ ലോകാവസാനം വാഴ്ത്തപ്പെടുന്നത് പല വിധത്തിൽ. ഒന്ന്, തലമുറകൾ വഴി വാഴ്ത്തപ്പെടും, അല്ലെ? അള്ളാഹു നബീബിന്റെ തലമുറ. അതേപോലെ തന്നെ ആ യശസ് എല്ലാ കാലത്തും നിലനിൽക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈഫിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ, ആ അർത്ഥത്തില് ഒരു ദൗർഭാഗ്യകരമായ എന്തെങ്കിലും സംഭവിച്ചെന്ന് തോന്നുന്നുണ്ടോ? ദൗർഭാഗ്യകരം എന്ന് പറയാൻ പറ്റുന്ന മക്കള്
മക്കൾ മരിച്ചു അല്ലെ. പക്ഷെ നമുക്ക് അതിനെ ദൗർഭാഗ്യകരമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് ഇല്ല. ഇല്ല. ഞാൻ ഒരു എക്സാമ്പിൾ വരാം, പെട്ടെന്ന് മനസ്സിലായ എക്സാമ്പിൾ വരാം കേട്ടോ. പിന്നെ ഈ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഈ ദൗർഭാഗ്യകരം അല്ലോ എന്നുള്ള നമ്മൾ വിലയിരുത്താനുള്ള ഒരു എക്സാമ്പിൾ കേട്ടോ. ഇപ്പോൾ സൂറത്തുൽ കഹ്ഫിൽ ഇവിടെ കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഒരു കുട്ടീനെ കൊല്ലുന്ന കഥ അല്ലേ, കേട്ടില്ല നിങ്ങൾ? നമുക്ക് എന്തിനാ ഇങ്ങനെ താഴത്ത് കൊടുത്തത് നമുക്ക് തോന്നൂലേ അല്ലേ? അങ്ങനല്ല, അത് തോന്നിയിട്ടുണ്ടോന്ന് വെച്ചാൽ അങ്ങനെയല്ല. പിന്നെ അവിടെ ഭയങ്കര ഇതാണ്, അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം പറയാട്ടോ. ശരിക്ക് ഒന്ന്, ഒരു കുട്ടിയെ കൊല്ലുന്നു. അപ്പൊ ഖിദർ അലൈഹി സ്വലാം പറയുന്ന ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അള്ളാഹു അദ്ദേഹത്തിന് കാര്യങ്ങൾ മുമ്പിൽ നിന്ന് കാണാനുള്ള അറിവ് കൊടുത്തു, മൂസ അലൈഹി സ്വലാമിന് കൊടുക്കാത്തത് അല്ലേ. അതാണല്ലോ അവിടെ പ്രത്യേകത, മുൻകൂട്ടി കാണാനുള്ള കഴിവ് കൊടുത്തു. കപ്പലിന്റെ കഥ, കുട്ടീനെ കൊല്ലുന്നത്, ആ മതിൽ നന്നാക്കുന്നത് അല്ലേ. അപ്പൊ യഥാർത്ഥത്തില് രക്ഷിതാവ്, ആ കുട്ടിയുടെ ഉപ്പ സ്വാലിഹീങ്ങളായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു അള്ളാഹു? എന്താ ചെയ്തത്? അല്ലെങ്കിൽ ഇദ്ദേഹം അള്ളാഹു ചെയ്യിപ്പിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ നേരത്തെ പടച്ചോൻ തിരിച്ചു വിളിച്ചു. ഈ മരണം എന്ന് പറയുന്നത് ദുനിയാവ് നിന്ന് ആഖിറത്തിലേക്കുള്ള പ്രയാണത്തിലുള്ള ഒരു സ്റ്റെപ്പാണ് അല്ലേ. ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് അടക്കാനുള്ള ഒരു സ്റ്റെപ്പാണ് എന്ത്? മരണം. അത് ഈ ജീവിത വീക്ഷണമാണ് ഈ ആയത്തിലൊക്കെ പഠിപ്പിക്കുന്നത്, വിശ്വാസികളെ യുണീക്ക് ആയിട്ടുള്ള ഒരു ജീവിത വീക്ഷണം. അതിന്റെ റെലവൻസ് എന്ന് പറഞ്ഞാൽ, അപ്പം ആഖിറത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് എന്ത്? മരണം എന്ന് പറയുന്നത്. ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് മനസ്സിലാവണമെങ്കിൽ, ഇപ്പം നമ്മൾ ഈ സൂറ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം എന്താണോ, നമ്മൾ ഏതർത്ഥത്തിലാണെങ്കിലും നിൽക്കുന്നെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് അറിയോ നമുക്ക്? അതിന് 5 key reasons for people to fail എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട സംഗതി എന്താണോ? ഒന്ന്, ഫസ്റ്റ് പറയുന്ന ലാക്ക് ഓഫ് ക്ലാരിറ്റി. ലൈഫിൽ എന്തില്ല? ക്ലാരിറ്റി ഇല്ല. ഇതാണ് ലൈഫിൽ മനുഷ്യൻ ഫെയിൽ ആവാനുള്ള പ്രധാന കാരണം അല്ലേ. വേർ ഐ വാണ്ട് ടു ഗോ, ഞാൻ എവിടെ എത്തേണ്ടത് അല്ലേ, എൻ്റെ ലൈഫിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ ക്ലാരിറ്റി ഇല്ലായ്മ ഭയങ്കര പ്രശ്നമല്ലേ അല്ലേ, ശരിയല്ലേ? രാവിലെ എണീക്കുമ്പോൾ തന്നെ ടെൻഷൻ അടിക്കാൻ കാരണം എന്താ? എന്താ ചെയ്യേണ്ടത് അല്ലേ? ക്ലാരിറ്റി പ്രശ്നമാണ് അല്ലേ, ക്ലാരിറ്റി അല്ലേ. ടു ഗോ യു നീഡ് ടു നോ വേർ യു വാണ്ട് ടു ഗോ, ഇതാണ് പ്രധാനം ഫസ്റ്റ് കേട്ടോ. പല സംഗതികളുണ്ട്, അതിലൊന്നാണ് ക്ലാരിറ്റി. അപ്പൊ യഥാർത്ഥത്തില് നമ്മുടെ ക്ലാരിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന് ലിമിറ്റ് അപ്പുറമാണ്. അപ്പൊ അതിൽ ഒരു സംഭവമാണ് എങ്ങനെ കാണുന്നുള്ളത്. അപ്പൊ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു കുട്ടി നോക്കണം കേട്ടോ. ആ കുട്ടി സുന്ദരമായ ആ ലോകം, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ, ഒരു പണിയും എടുക്കണ്ട, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു? ഭക്ഷണം കിട്ടുന്നു, വളരുന്നു അല്ലേ, നോ ഡിസ്ട്രാക്ഷൻ, നോ ടെൻഷൻ, ഒരു പ്രശ്നവും ഇല്ല, കംഫർട്ട് സോണാണ് അല്ലേ, ആണോ ഇല്ലോ? ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്രയും കംഫർട്ടായ ഒരു സോണിൽ നിന്ന് അവൻ ദുനിയാവിലേക്ക് വരുന്നു. ഈ ദുനിയാവിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ ഞാൻ ഇന്നലെ പിന്നെ ആളുകളോട് ചോദിക്കണ്ടായി, ഈ വെറുതെ അല്ല മലക്കുകൾ പറഞ്ഞേ, അള്ളഹാനോട് പറഞ്ഞല്ലോ, ഖാലു അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ, എന്റെ റബ്ബേ എന്തിനാ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നത് അല്ലെ, വയസ്ഫിക്കു ദിമാ, രക്തം ചെയ്യുന്ന ആളുകളെ പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇങ്ങനെ ചില കോൺഫ്ലിക്റ്റുകൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും അല്ലെ, മനുഷ്യന്മാരുടെ അവസ്ഥ എന്താന്ന് തോന്നാറില്ലേ? ഉക്രൈൻ, ഗസ, ഇറാൻ, ഇങ്ങനെയൊക്കെ തോന്നുമല്ലോ അല്ലെ. അപ്പൊ ഈ കുട്ടിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു ലോകത്ത് നിന്ന് അല്ലെ, ഒന്നിനൊരു പണിയും എടുക്കണ്ട, കുട്ടി എന്ത് ചെയ്യുന്നു? ഈ ദുനിയാവിലേക്ക് കടന്നു വരുന്നു. അവിടുത്തെ ജീവിതം എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു അല്ലെ. ഞാൻ ചോദിക്കുന്ന ബുദ്ധിയുള്ള അല്ലെ, കോമൺ ആളുകൾ ചിന്തിക്കുമ്പോൾ ആ കുട്ടി ഗർഭപാത്രത്തിൽ കിടക്കുന്നതാണോ നല്ലത്, ദുനിയാവിൽ വരുന്നതാണോ? കോമൺ കോൺസെപ്റ്റിൽ കേട്ടോ, ഏതാ കുട്ടിക്ക് നല്ലത്? ഭൂമിയിലേക്ക് വരുന്നേ. കാരണം അപ്പൊ ആളുകൾ തന്നെ അവൻ അവിടെ കിടന്നതിന് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഭൂമിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാ. അങ്ങനെ ഉണ്ടല്ലോ, ഭൂമിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിലൂടെ വരാൻ പറ്റുന്നതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു റൂട്ട് നിശ്ചയിച്ചതാ അല്ലേ. അല്ല, വരാനൊരു സമയമുണ്ട്, അതിന് മുമ്പ് വന്നാൽ അവൻ്റെ കഥ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് അനിവാര്യം എന്ന ഘട്ടത്തിൽ മാത്രം അവിടെ കിടക്കുന്നത്. അപ്പൊ എന്താണ് പക്ഷേ അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ
ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോക ജീവിതം അല്ലെ, സുന്ദരമായ ലോകമാണ് അവന്റെ ലൈഫ്. നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ആലോചിച്ച് നമുക്ക് കറക്റ്റ് ക്ലിയർ ആവും അത്. അപ്പൊ എന്താ അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ഡിസ്കൈസ് നേരത്തെ എന്ത് ചെയ്തു, ആ കുട്ടിയെ അള്ളാഹു തിരിച്ചു വിളിച്ചു. അതിന് കാരണക്കാരനായി ആരെ നിശ്ചയിച്ചു? ഖിദർ അലൈഹി സ്വലാം നിശ്ചയിച്ചു അല്ലെ. ഉപ്പയുമ്മയെ സ്വാലിഹായിരുന്നു. കാരണം ഈ മകൻ വളർന്നാൽ എന്ത് സംഭവിക്കും? അവൻ തിന്മയിലേക്ക് പോകും എന്ന് ബോധ്യം ആർക്കുണ്ടായിരുന്നു? ഖിദർ അലൈഹി സ്വലാമിന് ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ കോൺസെപ്റ്റ് പറയാം കേട്ടോ. അതിൽ അപ്പൊ യഥാർത്ഥത്തില് ഈ കുട്ടി എന്ത് ചെയ്യും? അള്ളാഹു സ്വാലിഹായ വേറൊരു കുട്ടിയെ നൽകും. അപ്പൊ ഈ കുട്ടി പരലോകത്തേക്ക് യാത്രയാവുന്നത് കുറ്റവാളിയായിട്ടാണോ? ആണോ? അല്ല, അല്ല. അപ്പൊ പരലോക ജീവിതത്തില് ആ മാതാപിതാക്കൾക്ക് ശാശ്വതമായ ജീവിതത്തിൽ ആ കുട്ടിയെ കൂടെ കിട്ടും. കാരണം തെറ്റ് ചെയ്യാനുള്ള ഒരു അവസരത്തിൽ കുട്ടിയിൽ എത്തിയിട്ടില്ല അല്ലെ. സ്വാലിഹ് ഓരോ സന്താനം നൽകുന്നു എന്ന് ഞാൻ പറഞ്ഞു വെച്ചാല്, ഞാൻ അതിൽ ഫോക്കസ് ചെയ്യാനല്ല, മറിച്ച് ചില സംഗതികളെ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്, ചില ഡിസ്ഗൈസുകൾ പോലും വിശ്വാസികളുടെ ജീവിതത്തിൽ എന്തായി മാറും? ബ്ലെസ്സിങ് ആയി മാറും അല്ലെ എന്ന് കാണാൻ ആർക്ക് കഴിയണം? നമുക്ക് കഴിയണം. ഈ ക്ലാരിറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണ്. നമ്മുടെ ഫോക്കസ് എന്തായി മാറണം? അതിലേക്കായി മാറുമ്പോഴാണ് നമുക്ക് ഈ അർത്ഥത്തിൽ ജീവിതത്തിൽ കാണാൻ കഴിയുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കൗസറിനെ കുറിച്ച് പറയുമ്പോൾ, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ജീവിത വീക്ഷണകോൺ ഉണ്ടാവണം, ആ ഒരു ക്ലാരിറ്റി. എൻ്റെ യഥാർത്ഥ ജീവിതം അവിടെയാണെന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടണം. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഞാൻ നേരത്തെ പറയും, കുട്ടിയുടെ എക്സാമ്പിൾ പറയുമ്പോൾ, നബിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏത് ഡിസ്കൈസും, ഈ സൂറയുടെ അവതരണത്തിന്റെ മറ്റൊരു കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നബിക്ക് ആൺമക്കളില്ലായിരുന്നു അല്ലെ. അബ്ദുള്ള മരിച്ചപ്പോ അബൂജഹൽ പോലും, ഉപ്പയുടെ സഹോദരൻ പോലും ആഘോഷിച്ച് നടന്നു. ദേ മുഹമ്മദിന് മക്കളില്ല, അബ്തർ വേരറ്റവനായിരിക്കുന്നു, പാരമ്പര്യമില്ല. അപ്പൊ അള്ളാഹു പഠിപ്പിക്കുന്ന എന്താ അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിക്കുന്നതിന് ഉപ്പ മരിച്ചു, 6-ാം വയസ്സിൽ ഉമ്മ മരിച്ചു, 8-ാം വയസ്സിൽ വല്യുപ്പ മരിക്കുന്നു എന്നാണ് പരീക്ഷണങ്ങള്, രൂക്ഷമായ പ്രതിസന്ധികള്. പക്ഷെ അള്ളാഹു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലും അദ്ദേഹത്തിന് ബ്ലെസ്സിങ് ആണ് അല്ലെ. ഇതുപോലെ അദ്ദേഹത്തിന് ബ്ലെസ്സിങ് ആണ്. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുത്തിയൊരു ഘടകം എന്താണ്? ഈ പറഞ്ഞ ലൈഫിൽ ഉണ്ടായ ചലഞ്ചുകളാണ് അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞാല്, പിന്നെ മൂന്നാമത്തേത് ഭൗതികമായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തുൽ ളുഹയിൽ പറയുന്നുണ്ട്, അലം യജിദ്ക യതീമൻ ഫആവ, അനാഥനായിരുന്നു. ആരാണ് അഭയം നൽകിയത്? അള്ളാഹു അല്ലെ. പലരിലൂടെ, അബൂ താലിബിലൂടെ, ഖദീജ ബീവിയിലൂടെ, അങ്ങനെ പലരിലും അഭയം നൽകുന്നുണ്ട്. വവജദക ആയിലൻ ഫാഗന, ദരിദ്രനായിരുന്നു ധനികനാക്കി. വവജദക ളാലൻ ഫഹദ, എന്ന് വെച്ചാൽ ലാൽ എന്ന് വെച്ചത് വഴി തെറ്റിയവനെന്നല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാരിറ്റി ഇല്ലാത്തവനായിരുന്നു നബി അല്ലാണോ? അതുകൊണ്ടല്ലേ ഇറാഖിൽ പോയിരുന്നത്. ലൈഫിനെ കുറിച്ച് ക്ലാരിറ്റി ഇല്ല. ഈ ക്ലാരിറ്റി ആര് കൊടുത്തു? അള്ളാഹു കൊടുത്തു. അതാണ് ഫഹദ എന്ന് പറയുന്നത്, വഴി തെറ്റിയെന്നല്ല കേട്ടോ. ലൈഫിൽ ഇങ്ങനെ എങ്ങോട്ട് പോകണം എന്നുള്ള ദിശാബോധം കിട്ടാത്തത് കൊണ്ട് ആ വഴി കാണിച്ചു കൊടുത്തു. അതെന്ന് പറഞ്ഞാല്, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ യശസ്, പ്രശസ്തി എന്ന് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫിൽ അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ഇന്ന ആത്തുനാക്കൽ കൗസർ, നമ്മുടെ അള്ളാഹു പറയുകയാണെന്ത്, ഇന്ന് നാളെ പരലോകത്ത് നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്, ദുനിയാവിലോ നമുക്ക് കിട്ടുന്ന എല്ലാം നമുക്ക് എന്താണ്? അനുഗ്രഹമാണ് അല്ലെ. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന രീതിയിൽ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, അസ അൻ തക്റഹു ഷൈഅൻ യജ്അലല്ലാഹു ഫീഹി ഖൈറൻ കസീറ. നിങ്ങൾ വെറുക്കുന്ന കാര്യം പോലും അതിൽ എന്തുണ്ടാകും? അള്ളാഹു വലിയ നന്മകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അള്ളാഹു നമുക്ക് കൗസർ തന്നു. അപ്പോൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ഘട്ടം വിശ്വാസികൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താ? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ. ഖുർആൻ പഠിപ്പിക്കുന്ന എന്താ? സൂറത്തുൻ നഹ്ൽ, അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ അബൻഡൻസ് ആണ്, പാനപാത്രം പോലെ എന്ന് പറയും. നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയോ? ഇല്ല. ആണെങ്കിൽ ഞാൻ ശരിക്കും പറയട്ടോ, നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കാണെങ്കിൽ 1 മണിക്കൂർ സമയം ഉണ്ട് വിചാരിക്കുക. നമ്മളിങ്ങനെ എക്സാമ്പിൾ നമ്മളെ ബ്ലെസ്സിങ്ങിനെ പറയാൻ ശ്രമിക്കാന്നിരിക്കുക, എണ്ണിയ തീരൂല. അപ്പൊ നമുക്ക് ആ അനുഗ്രഹങ്ങളിലേക്കുള്ള ഒരു ഫോക്കസ് ആണ് ഈ സൂറ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഫസല്ലി ലിറബ്ബിക വൻഹർ. നോക്കണം കേട്ടോ, അള്ളാഹു ഇത്രയും ബ്ലെസ്സിങ് നമുക്ക് ചെയ്തല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് സ്വലാത്ത് ചെല്ലുക, വൻഹർ, ബലിയെറുക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പൊ ഫലസ്തീനികള്
ബ്ലസ്ഡ് ആയ ഒരു സമൂഹമാണ് എന്ന് പറയാൻ പറ്റുമോ? yes. എന്തുകൊണ്ട്? വൈ? നമുക്ക് ഒരു ഷഹാദത്തിനുള്ള അവസരം. ഷഹാദത്തിലുള്ള അവസ്ഥ അല്ലേ? ഓക്കെ. ഫലസ്തീനികൾ വിജയിക്കുമെന്ന് പറയാൻ പറ്റുമോ? അല്ല, നമ്മൾക്ക് മനസ്സിൽ വരുന്ന കേട്ടോ എന്ത് വിശ്വാസികളാണെങ്കിൽ അൻതുമ്മൽ ആവലൂ, നിങ്ങൾ ഉന്നതരാണ്, നിങ്ങളെ ലാ ഗാലിബലക്കും, നിങ്ങളെ ആർക്കും അതിജയിക്കാൻ പറ്റൂല, നിങ്ങളാണ് എന്ന് ഫലസ്തീനി അങ്ങനെയല്ല. അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന ആളുകൾക്കൊക്കെ എല്ലാ കാലത്തും വിജയം കിട്ടുമോ? ഇവിടെ അല്ലെങ്കിലും hereafter ഉണ്ടാവും. ഞാൻ ഹിയർ ആഫ്റ്റർ എന്തായാലും ഉണ്ടാവും. ദുനിയാവിലെ കാര്യം ചോദിക്കുന്നത് അല്ലേ? നമുക്ക് അതുകൊണ്ടിട്ട് ഇതാ എനിക്ക് നിന്നാൽ എന്തായാലും സഹായം വരും എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തു. പക്ഷെ അങ്ങനെ സംഭവിക്കണ്ടേ അല്ല? പിന്നെ അതിൽ മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. അല്ലെ പറഞ്ഞേ, അതിൽ ഖുറാൻ പഠിപ്പിക്കുന്ന ഒരു സംഭവം സെയ്ദ് കുത്തുബ് ഈ ഇതില് ഈ വിശ്വാസികളുടെ ഈ വിജയത്തെ കുറിച്ചുള്ള പരാമർശം നടത്തിയിട്ട്, അദ്ദേഹം ഭയങ്കര ഫിലോസഫറും പണ്ഡിതനും ഭയങ്കര സാഹിത്യകാരനൊക്കെ ആയിരുന്നു സെയ്ദ് കുത്തുബ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കാലത്തും ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിലും വിശ്വാസി സമൂഹത്തിന് പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പൊ ഉഹുദില് ചില ദൗർബല്യങ്ങൾ ഉണ്ടായി. സമ്പത്തിനോടുള്ള ആർത്തി അല്ലെ, നേതൃത്വം അനുസരിച്ചില്ല. ഹുനൈനില് ഭൗതികമായിട്ടുള്ള സംഗതികളെ കുറിച്ചുള്ള ചിന്ത അല്ലെ, ഞങ്ങളെ ആൾബലമാണ് ഞങ്ങളുടെ ശക്തി. ഇത്തരം ഘട്ടങ്ങളിൽ അള്ളാഹു പരാജയം ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥ സെയ്ദ് പറയുന്നത് ഒരിക്കലും വിശ്വാസ സമൂഹം പരാജയപ്പെട്ടില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഹുലിഖൽ ഇൻസാനു മിൻ അജൽ അല്ലെ, മനുഷ്യന് ധൃതിയാണ്. നമ്മൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത ചെറിയൊരു സ്പേസിൽ നിന്നുകൊണ്ടാ. പക്ഷേ സൗരീക്കുമായാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകൾ നമുക്ക് കാണിച്ചു തരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെയിറ്റ് ആൻഡ് സീ എന്നറിയില്ലേ, കുറച്ച് എന്ത് ചെയ്യണം? അവധാനതയോടെ നമുക്ക് കാണാൻ കഴിയണം, അവധാനതയോടെ. അപ്പൊ സീതു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമൂഹത്തിന്റെ വിജയ പരാജയം നിർണ്ണയിക്കുന്ന അടിസ്ഥാന ഘടകം എന്താണ്? അവരുടെ ഒരു മാനസിക അവസ്ഥയാണ്. അതായത് മെന്റലി എത്രത്തോളം എന്ത് ചെയ്യുന്നു, അവരുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനം അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് ഈ മൊമെന്റ് ഇതാ, ഈ സെക്കൻഡ് 7/20/2025 ഓഗസ്റ്റ് ജൂൺ 15, ഈ സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു സമൂഹം ആരായിരിക്കും എന്ന് തോന്നുന്നേ? ബങ്കറുകളിലുള്ള ഇസ്രായേലിലുള്ള ആളുകളായിരിക്കും അല്ലെ? ഒരു ബങ്കറുകളിലാണ്, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, പുറത്തിറങ്ങാനുള്ള ധൈര്യം അങ്ങനെ ഉണ്ടല്ലോ. ഒന്ന്. രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല് അറബ് രാജാക്കന്മാരായിരിക്കും. ഈമാൻ ഇല്ലാത്ത കുറെ രാജാക്കന്മാരുണ്ട്. ഒരു കൊട്ടാരങ്ങളിൽ അവർക്ക് സംരക്ഷണ വലയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ടോ ഓലെ മനസ്സിൽ ആധി ആണുള്ളത്, അല്ലെങ്കിൽ ഭയങ്കര കോൺഫിഡൻസോ എന്താ ഉള്ളത്? റിയാലിറ്റിയിൽ ഭയം. അത് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പല രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട്, ഊഹമല്ല. അങ്ങനെ ഉണ്ടല്ലോ. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് എന്ത് ചെയ്യുന്നു? വംശഹത്യ നേരിടുന്ന അവിടുന്ന് ഇന്നലെ മിസൈല് ഇങ്ങോട്ട് വന്നു. എവിടത്തേക്ക്? ഇസ്രായേലിലേക്ക് അല്ലെ? അങ്ങനെ ഉണ്ടല്ലോ. ആ പോരാളികൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവരുടെ അങ്ങനെ ഒരു കോൺഫിഡൻസ് കമ്മി അവർ പ്രകടിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് യഥാർത്ഥത്തില് ഈ ഒരു ടൂള് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും വിജയിച്ചു കൊണ്ടിരിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഫലസ്തീനിലെ പോരാളികൾ തന്നെയാണ് അല്ലെ? ലോകത്തിനു മുമ്പിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ? ലോകത്തിനു മുമ്പിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഗ്രറ്റ തുംബർഗിന്റെ അല്ലെ, ആ ടീമിന്റെ മാഡ്ലീൻ, ഫ്രീഡം ഫോർട്ടില അല്ലെ, ഇതിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ അല്ലെ? ലോകം ഇന്ന് എന്ത് ചെയ്യുന്നു? അവരുടെ കൂടെ നിൽക്കാൻ നിർബന്ധിതരാകുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് യഥാർത്ഥത്തില് അള്ളാഹുവിന്റെ അനുഗ്രഹം അല്ലെ, ആ ബ്ലെസ്സിങ് നമുക്ക് കാണാൻ കഴിയണം. വിശ്വാസ സമൂഹത്തിന് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ, എന്റെ അള്ളാഹു പറയാണ്, ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. നമ്മളോട് പറയാം, നിങ്ങൾ നന്ദി കാണിക്കണം കേട്ടോ. അതിനെന്താ ചെയ്യേണ്ടത്? ഫസല്ലിൽ റബ്ബിക്ക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ സ്വല്ല എന്ന് പറഞ്ഞാൽ സ്വലാത്ത്, നമസ്കരിക്കുക. ഇതിന്റെ ഒരു കോമഡി എന്താണോ? കോമഡി എന്താ വെച്ചാല് ഇത്രേ അനുഗ്രഹം തന്നു കേട്ടോ, ഇതിന്റെ പ്രത്യുപകാരം ചെയ്യാൻ പറയാണ്. പക്ഷെ പ്രത്യുപകാരത്തിന്റെ പ്രത്യേകത എന്താ?
നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കാൾ വലിയതാണ് പ്രത്യുപകാരവും. മനസ്സിലായോ? ഒരാൾക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്തു, അയാൾക്ക് തിരിച്ച് ഹെൽപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുമല്ലോ, കോമൺ ഇല്ലേ? കോമൺ ഭൗതിക വീക്ഷണത്തിൽ നഷ്ടമല്ല സംഭവിക്കാം, ആണോ അല്ലയോ? ഭൗതിക വീക്ഷണത്തിൽ എന്തോ ഒരു കുറവ് സംഭവിക്കാതെ നിങ്ങൾക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഒന്നുകിൽ നിങ്ങളുടെ സമയം അല്ലെ നിങ്ങളുടെ സമ്പത്ത്, പറ്റുമോ? ഇല്ലല്ലോ അല്ലേ? പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫസല്ലി എന്ന് പറയുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന് തിരിച്ചു കൊടുക്കേണ്ടത്, ഇത്രയും വലിയ ബ്ലെസ്സിങ്ങിന് തിരിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. മറിച്ച് ആർക്കാണ് കൊടുക്കുന്നത് അവനൊന്നും ലഭിക്കുന്നില്ല, അവനായിട്ടൊന്നും ലഭിക്കുന്നില്ല. അള്ളാഹുവിന് അവന് സമ്മതാണല്ലോ, അനാശ്ചര്യയാണ്. അതാണ് സ്വലാത്ത്. ഈ സ്വലാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ ഈ അടുത്ത സൂറത്തുൽ മാഊൻ പറയുമ്പോൾ സ്വലാത്ത് നമുക്കൊന്ന് സ്പെസിഫിക്കലി പറയാം. ഫവിൽ മുസല്ലീൻ എന്ന് പറയുന്നുണ്ട് അല്ലേ? പക്ഷെ സ്വലാത്തിനെ കുറിച്ച് ഒറ്റ വാക്ക് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതായത് വിശ്വാസികളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ് സ്വല. നിങ്ങൾ കണ്ടില്ലേ, യുദ്ധത്തിന്റെ വേളയിൽ പോലും നമസ്കാരത്തിന്റെ രീതി, ഇമാമിന്റെ കൂടെ ഒരു റക്കത്ത് നിസ്കരിക്കുക, ഒരു മാറി നിൽക്കുക, അടുത്ത ടീം വരാ, അടുത്ത നിസ്കരിക്കുക അല്ലെ? യുദ്ധത്തിന്റെ വേളകൾ പോലും നമസ്കാരം പഠിപ്പിച്ചത്. നമസ്കാരമാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസല്ലി റബ്ബിക, ഞാൻ ഒരായത്ത് മാത്രം പറഞ്ഞാൽ സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇർകഉ വസ്ജുദു, നിങ്ങൾ റുക്കുഉം സുജൂദും ചെയ്യുക. ഹജ്ജിലെ ഏറ്റവും അവസാനത്തിന് മുമ്പുള്ള ഒരു ആയത്താട്ടോ, സെക്കൻഡ് ലാസ്റ്റ് ആയെന്ന് എൻ്റെ ഓർമ്മ. ഹജ്ജിന്റെ ഏറ്റവും അവസാനത്തിന് മുമ്പുള്ള ഒരു ആയത്ത്. നിങ്ങൾ റുക്കുഉം സുജൂദും ചെയ്യുക, വഅബ്ദു റബ്ബക്കും, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, വഫഅലുൽ ഖൈർ, ഖൈർ പ്രവർത്തിക്കുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. അപ്പൊ വിജയിക്കാനുള്ള ടൂളാണ് എന്ത്? നമസ്കാരം അല്ലെ? നമസ്കാരം എന്നാണ് വിജയിക്കാനുള്ള ടൂളാണ്. പിന്നെ പറയുന്ന വൻഹർ, സാക്രിഫൈസ്, അവിടെ ബലിയറുക്കുക എന്ന് പറയുന്നുണ്ട് അല്ലെ? നമസ്കാരം, ബലിയറുക്കൽ, ഇങ്ങനെ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. സാക്രിഫൈസ് എന്ന അർത്ഥമുണ്ട് അല്ലെ? അതുകൊണ്ടല്ലേ ഈ ബലിയറുക്കൽ എന്തിന്റെ പ്രതീകമാണ്? ബലിയറുക്കുക എന്നുള്ളത്, ബലിയറുക്കുക എന്നൊരു പ്രോസസ് ആണോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ലെസൺ എന്താ? അള്ളാഹുള്ള സാക്രിഫൈസ് ആണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലെ? അള്ളാഹുള്ള സമർപ്പണമാണ്, കംപ്ലീറ്റ് സബ്മിഷൻ. അവിടെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കണക്ട് ചെയ്യുന്നത്, ഇപ്പം ഇബ്രാഹിം അലൈഹി സ്വലാം പറയുന്നുണ്ട്, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്കാണ് പ്രയാണം. അപ്പൊ ക്ലാരിറ്റി എന്താ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലാരിറ്റി മീൻസ് യു നീഡ് ടു ഗ്രോ, യു നോ വേർ യു വാണ്ട് ടു ഗോ അല്ലെ? നിങ്ങൾക്ക് എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞ എന്താ? ഞാൻ ആരിലേക്കാ പോകുന്നത്? അള്ളാഹുവിലേക്കാ പോകുന്നത് അല്ലെ? ക്ലിയർ അല്ലേ? അപ്പൊ ക്ലാരിറ്റി അതാണ്. ഹാജറ ബീവിക്ക് കിട്ടിയ ക്ലാരിറ്റി എന്താ? ഇബ്രാഹിം അലൈഹി സ്വലാം എന്ത് ചെയ്യുന്നു? നമുക്ക് ഇതൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ. ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ഹാജറ ബീവിയും കുട്ടിയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചു. നിങ്ങൾ ഈ മക്കയിലേക്കുള്ള പാത എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടോ? എനിവൺ? അതിൽ മുഹമ്മദ് അസദിന് മരുഭൂമിയിൽ എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നേ? നാസിലത്ത് എന്തോ പറയുന്നുണ്ട്, കേൾക്കുന്നില്ല. നമ്മൾ ആടുജീവിതത്തിൽ നജീബിന് സംഭവിക്കുന്നത് തന്നെ അല്ലേ? അത് നജീബിന് അറിയാലോ അല്ലേ? മുഹമ്മദ് ഹസന് സെയിം സിറ്റുവേഷൻ സംഭവിക്കുന്നുണ്ട്. സെയിം അല്ല, അതിനേക്കാൾ മരിച്ചു, അങ്ങനെ ഉണ്ടല്ലോ, മരണത്തോട് മല്ലിടുന്ന ഘട്ടം. എൻ്റെ റബ്ബേ, എൻ്റെ ജീവിതം ഇങ്ങനെ തീരാനാണ് വിധിക്കപ്പെട്ടത്. അങ്ങനെ സിറ്റുവേഷൻ എത്തിയിട്ട് അദ്ദേഹം രക്ഷപ്പെടുന്നത് അല്ലേ? ഞാനത് പറയാൻ കാരണം വെച്ചാൽ മരുഭൂമിയിൽ എത്ര ധൈര്യവാനായ മനുഷ്യൻ എന്ത് ചെയ്യും? പേടിച്ച് പറച്ചു ഒറ്റപ്പെടുമ്പോൾ. മരണ മുമ്പിൽ ബാക്കിയുള്ളൂ അല്ലെ? ഒറ്റപ്പെടുമ്പോൾ പേടിച്ച് പറച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു കുഞ്ഞിനെ കൊണ്ട് ഒരു പെണ്ണുങ്ങള്, ഒരാൾ വൈഫിനെ കുഞ്ഞിനെ ഇട്ടു പോരാ അല്ലേ? അക്രമല്ലേ ചെയ്യുന്നത്. അപ്പൊ ഹാജർ ചോദിച്ചു, എന്ത് പണിയാ കാണിക്കുന്നേ? എൻ്റെ ഒറ്റ ചോദ്യം ചോദിച്ചു. തിരിഞ്ഞു നോക്കാതെ തോന്നിയെന്ത്? ഇതെന്തോ കാര്യമുണ്ട്. അള്ളാഹു അമറക ബിഹാദ, അല്ല അല്ല പറഞ്ഞിട്ടാണോ? അതേന്ന് പറഞ്ഞപ്പോ ഇതല്ല യുദ്ധിഹോന, നിങ്ങൾ പോയിക്കോ. കാരണം എന്താ? കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കൂടെ ഉണ്ടായാലോ, എനിക്ക് നിങ്ങളെക്കാൾ എന്നെ സംരക്ഷിക്കുന്ന ആരാണ്? അള്ളാഹു ആണല്ലോ അല്ലേ? അങ്ങനെയാണല്ലോ, അള്ളാഹു ആണല്ലോ. അപ്പോ എന്നാ പോയിക്കോ, അള്ളാഹു വിൽ പ്രൊട്ടക്ട് മീ. അപ്പോ ഈ ഒരു ക്ലാരിറ്റി അതാണ് പറഞ്ഞത്. ഫസല്ലിൽ റബ്ബിക്ക എന്ന് പറയുമ്പോ അള്ളാഹുള്ള സുജൂദ്, ആ സ്വലാത്ത്, ആ പ്രാർത്ഥന അല്ലെ? ഇതായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഒക്കെ ഒരു ശക്തി എന്ന് പറയുന്നത്.
ഹജറ ബീവിയുടെ ഒക്കെ, അല്ലെങ്കിൽ ഇസ്മായിൽ അലൈഹിസ്സലാം. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഫലമ്മ ബലഗ മഅഹു സഅയ്, കുട്ടി ഓടാനുള്ള പ്രായം എത്തിയപ്പോ ഉപ്പ ഒപ്പീനിയൻ ചോദിച്ചാട്ടോ. ഫൻദുർ മാതാ തറ, അത് ഈ പാരന്റിങ് റിലേഷൻ നമുക്ക് മനസ്സിലാക്കണം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അല്ല പറഞ്ഞാൽ പിന്നെ ഒപ്പീനിയൻ ചോദിക്കണ്ടല്ലോ. യാ അബതി ഫഅൽ മാ തുഅ്മർ, ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അല്ല പറഞ്ഞാണെങ്കിൽ ചെയ്തോ, ഡു ഇറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞത് വൻഹർ. അപ്പൊ എന്താണ്, വി ഹാവ് ടു സാക്രിഫൈസ് സംതിങ്, എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യണം. ഈ സാക്രിഫൈസ് എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ അതുകൊണ്ട് കിട്ടുക എന്താ? അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും, അല്ലെ? ഈ സാക്രിഫൈസ് കൊണ്ടാണ്. ശരിക്കും നമുക്കൊന്നും ഈമാൻ ഇല്ലാത്തതിന്റെ ഒരു കാരണം എന്താണോ? ഈമാൻ കുറയുന്നതിന്റെ ഒരു കാരണം ഒന്ന് നമ്മുടെ നമസ്കാരം പ്രോപ്പറാണോ? അപ്പൊ നമ്മൾ പറയാൻ എന്താണോ, നമസ്കാരം ഞാൻ കുറച്ചൊക്കെ പഠിച്ചവന് ഓർക്കാറുണ്ട്. അപ്പൊ ഖുർആൻ പറയുന്നത് എന്താണോ, വയദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. ഈ മുനാഫികളെ കുറിച്ച് സൂറത്ത് നിസാ പറയുന്നതാ. സൂറത്ത് നിസായില് ഏതായത്തെ പറഞ്ഞുതരാം. അതല്ല, നമ്മൾ ശരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നല്ല കേട്ടോ. അതായത് നമ്മളൊക്കെ വിചാരം എന്ന് വെച്ചാൽ, ഞാൻ എന്നെ കുറിച്ച് പറയാന്ന് വെച്ചാൽ, നമ്മളൊക്കെ അൽഹംദുലില്ലാ, ഞാൻ അത്യാവശ്യം അടിപൊളിയാണ്, ഞാനും സ്വർഗവും തമ്മിലുള്ള ഒരു അകലം ഒന്ന് മാത്രം, എന്താണ്, ഞാനൊന്ന് മരിച്ചു കിട്ടിയാൽ മതി. പക്ഷെ അവിടെ എത്തുമ്പോൾ ചിലപ്പം എന്താ പറയുക, ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വി ഹാവ് ടു തിങ്ക്, ഇടയ്ക്ക് ആലോചിക്കണം കേട്ടോ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇവരെ കുറിച്ച്, മുനാഫിക്കുകളെ കുറിച്ച് പറയാണ്. അവരെന്താ ചെയ്യുക? അവര് നിസ്കാരത്തിനൊക്കെ ഉണ്ടാവും, പക്ഷേ അവർ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാ. അല്ല, ഇന്നൽ മുനാഫിഖൂന യഖാദിഊന അല്ലാഹു വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല. നിസ്കരിക്കാൻ മടിയോടെ വരിക, അല്ലേ? അള്ളാഹിന് ഉമ്മുപ്പം ഒരു സന്തോഷം ഉണ്ടാവില്ല. യുറാഊന അന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടല്ലോ, വീട്ടില് എല്ലാവരും ഉണ്ട്, അല്ലെ ഫ്രണ്ട്സിന്റെ കൂടെയാണ്, അല്ലെങ്കിൽ പരിപാടിക്ക് പോയി കൊളീസൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ എന്തോ ഒരു അപ്പം കറക്റ്റ് നിസ്കാരം ഉണ്ടാവും, ഫസ്റ്റ് എത്തും. ഒറ്റക്ക് എന്താണ്, എവിടെയെങ്കിലും പോയാലോ ആരും ഇല്ലെങ്കിലോ, സുബിയല്ലേ കുറച്ച് കഴിഞ്ഞ് നിസ്കരിക്കാം, നേരം വെളുത്തോട്ടെ, ഹദീസിലുണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, എന്ത്, അത് ഉറങ്ങിപ്പോയാൽ പിന്നെ നിസ്കരിക്കാം. ഇങ്ങനെ പിശാചിന്റെ പല ചിന്തയുണ്ടാവും. അപ്പൊ നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നത്? അല്ലെങ്കിൽ തമാശ പറഞ്ഞല്ലോ കേട്ടോ. അള്ളാഹു പ്രത്യേകം പറയാം, വല യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. അള്ളാഹിനെ ഓർക്കുന്നില്ല എന്നല്ല മുനാഫികളെ കുറിച്ച് പറയാം. എന്താ പറയുന്നോ, അള്ളാഹിനെ ഓർക്കും, പക്ഷെ കുറച്ചേ ഓർക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ നിസ്കരിക്കാൻ പോകുന്നതിന് എന്തിനു വേണ്ടിയിട്ടാ? അഖിമി സ്വലാത്ത് ദിക്രി, അള്ളാഹിനെ ഓർക്കാനാ, അല്ലേ? പക്ഷേ അള്ളാഹുവിന് വേണ്ടി മാത്രം മാറ്റി വെക്കേണ്ടെന്ന നമസ്കാരം. എല്ലാം അങ്ങനെയാണെങ്കിലും നിസ്കാരം സ്പെസിഫിക്കലി അള്ളാഹുവിന് മുമ്പില്ലേ. പക്ഷെ ആ സമയത്ത് പോലും അള്ളാഹുവിനെ കുറച്ചേ ഓർക്കുള്ളൂ, അല്ലേ? അർത്ഥം അറിയുന്നല്ല, അള്ളാഹുവിനെ കുറച്ചേ ഓർക്കുള്ളൂ. ഇതാണ് മുനാഫിഖുകളെ കുറിച്ച് പറയുന്നത്. അപ്പൊ അള്ളാഹു പറയാണ്, ഫസല്ലി റബ്ബിക വൻഹർ, നിങ്ങൾ നമസ്കരിക്കണം, നെഹർ ചെയ്യണം. നമസ്കാരത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ നെക്സ്റ്റ് ഇതിൽ പറയാം. അപ്പൊ നമ്മൾ ഇടയ്ക്ക് നമ്മളെങ്ങനെ ഈ നമ്മൾ ശരിക്കും നമ്മളിങ്ങനെ വിലയിരുത്തണം. അതിന്റെ അള്ളാഹു പറയാണ്, ഇന്നശാനി അക്കഹുലബത്തർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണോ, പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിരോധികളാണ് വേരറ്റവൻ, അല്ലേ? അബൂലഹബ് കളിയാക്കി, എന്ത്, മുഹമ്മദ് ബച്ചറ മുഹമ്മദ് ബഹിത് ബച്ചറ മുഹമ്മദ്, അബ്ദുള്ള മരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യനെ എല്ലാ വിധത്തിലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ എന്താ കാരണം എന്നോ, ദീന മാർഗം സമർപ്പിച്ചു, അല്ലേ? കംഫേർട്ട് സോണിൽ നിന്ന് ഇപ്പം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ, ഈ ചിലപ്പോൾ ആളുകൾ നമ്മളിങ്ങനെ ഇതായിപ്പോയും, ആളുകൾ വിലയിരുത്തൽ നമുക്കുണ്ടാവും. എന്താണോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താ, നന്നായി ജീവിച്ച മനുഷ്യനായിരുന്നു, പൈസ ഉണ്ടായിരുന്നു, സമൂഹത്തിലെ സ്ഥാനവും വിലയൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? ദീനിന് വേണ്ടി അങ്ങ് ഇറങ്ങി തിരിച്ചു, അല്ലേ? എന്താ ഇവന്റെ കഥ, അല്ലേ? അങ്ങനെ ആളുകൾ ചോദിക്കോട്ടോ. ഈ രണ്ട് മക്കളുണ്ട്, ഒരാൾക്ക് വിചാരിക്കാം, ഒരു ചങ്ങാതി ഓ നിസ്കരിക്കുന്നുണ്ടോന്ന് അല്ലാഹു എന്നാലോ നല്ല ബിസിനസ്സാണ്, നല്ല പൈസ ഉണ്ട്, കാറ് ഉണ്ട്, ഓൻ അത്യാവശ്യം കഴിവുള്ളവനാട്ടോ, കാരണം എത്ര പെട്ടെന്ന് വീടുണ്ടാക്കിയത്, ഇങ്ങനെയൊക്കെ പറയട്ടോ. എൻ്റെ ഇപ്പൊ രണ്ട് മക്കളുടെ വേണ വേണ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പെൺമക്കളുടെ വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ രണ്ട് പുതിയാപ്പിളമാർ കിട്ടി, തമാശ കേട്ടോ. പിന്നെ റിയാലിറ്റി ഓൾസോ. അപ്പോൾ പിന്നെ ഒരാളെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട്, നോക്ക് ഇടയ്ക്ക് ടൂറൊക്കെ പോകുന്നുണ്ട്, അങ്ങനെയല്ല, ഒരു കുഴപ്പമില്ല, ഓക്ക് ഭയങ്കര സുഖമാണ്, ഓള് രക്ഷപ്പെട്ടാട്ടോ എന്ന് പറയും. മറ്റോനോ, ഓനക്ക് പ്രശ്നമൊന്നുമില്ല, ഓൻ അത്യാവശ്യം മാന്യം ജീവിക്കുന്നുണ്ട്, എന്നാൽ ഭയങ്കര വലിയ വാഹനവും അങ്ങനെയൊന്നുമില്ല, ഓൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, പക്ഷെ ഓൻ്റെ നല്ലൊരു സമയം സാമൂഹിക സേവനവും ദീനീ പ്രവർത്തനമായിരിക്കും, അല്ലേ? എന്താ ഓൻ്റെ കഥ, അല്ലേ? ഇടയ്ക്ക് ഗൾഫിലൊക്കെ പോകണ്ടേ? ആളോട് ചോദിക്കട്ടോ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഇങ്ങനെ എന്താ നിങ്ങൾ ഗൾഫിൽ പോകുന്ന എന്താ കുഴപ്പം, ഭയങ്കര കംഫർട്ട് ജീവിതമാണ്, ഓഫീസിൽ പോവാ, വീട്ടിൽ വരെ, നാട്ടിലെ ടെൻഷൻ ഒന്നുമില്ല, അല്ലേ? ഞാൻ പറഞ്ഞത്
നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്യുന്നു, ഈ ദുനിയവിയായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി വേണം, ഇത് വേണം, ഒക്കെ വേണം. പക്ഷെ അൾട്ടിമേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ബ്ലെസ്സിങ് ആരാണ്? അള്ളാഹുവിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് എന്ത് ചെയ്യുക, ജീവിതത്തിൻ്റെ യഥാർത്ഥ അനുഭൂതി ആസ്വദിക്കാൻ നമ്മളെ സഹായിക്കുക, അല്ലേ? അതേപോലെ തന്നെ ബച്ചിറ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സംഗതി, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്. അതായത് നമ്മളൊക്കെ അൾട്ടിമേറ്റ് ആഗ്രഹിക്കുന്നത് എന്താ? നമുക്കൊരു ലെഗസി വേണം, അല്ലേ? നിങ്ങളൊക്കെ ആഗ്രഹിക്കൂലേ മക്കള്, നിങ്ങളുടെ തലമുറ നിങ്ങൾ ഓർക്കണം എന്ന് ആഗ്രഹിക്കൂലേ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചരിത്രത്തിൽ കടന്നുപോയ ഏകാധിപതികൾ, അള്ളാഹുവിനെ മറന്ന ആളുകൾ, അവരൊക്കെ മരണത്തോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്? സമൂഹം മറന്നു. പക്ഷേ നന്മ ചെയ്ത മനുഷ്യന്മാർ, അല്ലേ? അപ്പോൾ സവിശേഷമായിട്ട് ദീനിനെ സമർപ്പിച്ച ആളുകൾ, മിസബിൻ ഉമേർ റളിയല്ലാഹു അൻഹു, അല്ലേ? എനിക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ, അല്ലേ? അല്ലെങ്കിൽ സ്വഹാബിമാർ, പ്രവാചകന്മാർ, അവരൊക്കെ ജീവിതത്തിൽ എന്താണ്? തലമുറകൾ അവരെ സ്മരിക്കുന്നു, അവരുടെ നന്മകൾ പാടിപ്പുകഴ്ത്തുന്നു, അല്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞ എന്താ? ജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പഠിച്ചു ഇന്നെ കുറിച്ച് ആളുകൾ നല്ലതൊന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ ഒറ്റക്ക പോരാടേ പാവം, അല്ലേ? ആരും പ്രശംസിക്കാനില്ല, ആരും അപ്രീഷിയേറ്റ് ചെയ്യാനില്ല, ആരും കൂടെ നിൽക്കാനില്ല. പക്ഷെ അപ്പോഴും പ്രാർത്ഥിച്ചെന്താ? അള്ളാഹു എന്നാലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് നല്ലത് പറയണേ, അല്ലേ? ആ ലെഗസിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ലോകത്തുടനീളം നമുക്ക് കാണാൻ കഴിയുന്നു, തലമുറകളിലൂടെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് പിന്നെ സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത് മനോഹരമായ സൂറയാണ്. അതിൽ നമുക്ക് അനവധി പാഠങ്ങളുണ്ട്. ഓരോ വാക്കുകളും, ഞാൻ പറഞ്ഞത് അതിൻ്റെ പാരായണമാവട്ടെ, അതിൻ്റെ വാക്കുകളാവട്ടെ, നമുക്ക് വല്ലാതെ പ്രചോദനം നൽകുന്നതാണ്. സവിശേഷമായിട്ട് ദുനിയാവിൽ നമുക്കുള്ളതെല്ലാം, അങ്ങനെ മനസ്സിലാക്കാനുണ്ടോ? നമുക്ക് ഉള്ളതെല്ലാം എവിടുന്നാണ്? നമ്മുടെ റബ്ബിൽ നിന്നാണ്. അതൊക്കെ നമുക്ക് എന്തായിരിക്കും? അനുഗ്രഹമായിരിക്കും. അത് ചിലപ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം എന്തായിരിക്കും? നമ്മുടെ ഡിസ്കൈസുകളായിരിക്കും, അല്ലേ? ഡിസ്കൈസുകളായിരിക്കും നമുക്ക്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളാണ് ഉന്നതർ, വൽ ആഖിബത്തുൽ മുത്തഖീൻ. യഥാർത്ഥ അന്ത്യം ആർക്കാണ്? നിങ്ങൾക്കാണ്, മുത്തഖീങ്ങൾക്കാണ്. രണ്ടാമത്തേത്, നാളെ പരലോക ജീവിതം, അതായിരിക്കണം നമ്മുടെ സ്വപ്നം. നമ്മുടെ മനസ്സുകൾ ഉണ്ടാവേണ്ടത് എന്തായിരിക്കണം? ആ പരലോകമായിരിക്കണം. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് ചോദിക്കുന്നുണ്ട്, ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ്? അല്ലെങ്കിൽ ജനങ്ങളിൽ ഏറ്റവും അക്കിയസ് എന്നല്ലേ, അക്കിയസുന്നാസ് ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും. പറയുന്നതാ, അവരിൽ അശദ്ദുഹും ഇസ്തിഅദാദൻ ലിമൗത്ത്, അതായത് മരണത്തിന് വേണ്ടി അതായത് മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്ന് ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ, ജീനിയസ് ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ മറ്റൊരു ഹദീസ് പറയുന്ന അൽ കയ്യിസു, യഥാർത്ഥ ജീനിയസ്, മന്ദാന നഫ്സഹു ഹാസബഹു, സ്വന്തത്തെ ഇങ്ങനെ ഇടയ്ക്ക് വിചാരണ ചെയ്യും. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണാന ജീവിതത്തിന് എന്ത് ചെയ്യും? അവർ പണിയെടുക്കും. അവരുടെ ഫോക്കസ് അങ്ങോട്ടാണ്. അത് ആ അനുഗ്രഹങ്ങൾ ഒന്ന് മാത്രം നമ്മൾ എന്ത് പറഞ്ഞത്? അൽ കൗസർ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ അനുഗ്രഹങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തതാണ്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറ, അല്ലേ, വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ അവതരിപ്പിച്ച ഒരു സൂറയാണ് സൂറത്തുൽ കൗസർ. ഇൻഷാ അല്ലാഹ് ഈ സൂറ നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമുക്ക് പ്രചോദനവും നമുക്ക് ആത്മവിശ്വാസവും പകരുന്ന സൂറയായി മാറണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല, അല്ലേ, ഖുർആന് ഏറ്റവും നന്നായി പഠിക്കാൻ, ശരിക്കും ഖുർആന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചോനെ, എത്ര മനോഹരമാണ് നിന്റെ വാക്യങ്ങൾ. അതിൻ്റെ ചെറിയ ശകലങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. അള്ളാഹുവെ, അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ ഉൾക്കൊള്ളാൻ, അതിനെ പിന്തുടർന്ന് ജീവിക്കാൻ, ആ ജീവിതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. പടച്ചോനെ, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ സ്വപ്നം എന്താ? ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടി ദുനിയാവിലേക്ക് വരുന്നത് പോലെയല്ല, ഇതിനേക്കാൾ വലിയ ലോകത്തേക്കുള്ളൊരു പ്രയാണം. ആ പ്രയാണത്തിൽ നിന്റെ ഫിർദൗസിൽ എത്തിപ്പെടാൻ, നിന്റെ അർശനത്തിൽ ഒരുമിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ, ഇന്ന് ഈ മൊമെന്റിൽ ഫലസ്തീനിൽ നടക്കുന്നത്, ഇറാനിൽ നടക്കുന്നത്, തിന്മയുടെ ശക്തികൾ, അള്ളാഹുവെ, നീ വിശേഷിപ്പിച്ച ഒരു വിഭാഗം സയനിസ്റ്റുകളുടെ കുതന്ത്രങ്ങൾ അള്ളാഹു നീ പരാജയപ്പെടുത്തുന്ന നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ഇതിൻ്റെ വിജയം കണ്ട് ഖുദ്സിന് വിമോചനം കണ്ട് മരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم رب ارحمهما كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. അടുത്ത സെക്കൻഡ് എന്തെങ്കിലും ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ട്? ഞാൻ സമയമായതുകൊണ്ടാണ് പിന്നെ
വൈൻഡപ്പ് ചെയ്തത്. ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. സൂറത്ത് നസ്റിനോട് ഈ സൂറ റിലേറ്റ് ചെയ്തൂടെ? അവിടെ വിജയം വരിക്കുമ്പോ എന്നുള്ള ഒരു അഡ്വൈസ് തരുന്ന പോലെ. ഞങ്ങൾ പറഞ്ഞു എന്താ അഡ്വൈസ്? അവിടെ പ്രാർത്ഥിക്കാനും സാക്രിഫൈസ് ചെയ്യാനും പറയണം നമ്മള്. അങ്ങനെ ബ്ലെസ്സിങ്സ് കിട്ടുന്നു. അതെ അതെ, ശരിയാ. അതാ പറയുന്നത്. ഇവിടെ പറയുന്നതാ ജാ നസ്റുല്ലാഹി വൽ ഫത്ത്. അതായത് നബി ഇങ്ങനെ ഇത്രയും സാക്രിഫൈസ് ചെയ്ത് പോവാട്ടോ. നോക്കണേ. അപ്പൊ അള്ളാഹു പറയുന്നതാ ഇത് അള്ളാഹിന്റെ നസ്റാണ്, സഹായമാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, അല്ലേ? അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, പിന്നെന്താ പറയുന്നത്, ഇസ്തിഗ്ഫാർ തേടുക. അപ്പോൾ ശരിയാണ്. അതായത് അവിടെയും എല്ലാം അള്ളാഹുവിന് അനുഗ്രഹമാണെന്നുള്ള ബോധ്യത്തിലേക്ക് എത്താനും അതിന് നന്ദി കാണിക്കാനുമാണ്, അല്ലേ, അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ദീനി മാർഗത്തിൽ ഇറങ്ങുമ്പോൾ വിശ്വാസം ബോധ്യപ്പെടും കേട്ടോ നമുക്ക്. എന്താണോ, ഈ പുറത്തുനിന്ന് കാണുമ്പോൾ ആളുകൾ വിചാരിക്കും എന്താ, എന്തൊരു കഷ്ടപ്പാടാ, അല്ലേ? പക്ഷേ ഫീൽഡിൽ ഇറങ്ങുമ്പോഴോ, ആത്മാർത്ഥമായ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ആളുകൾക്ക് ബോധ്യവും എന്ത്, പടച്ചോനെ എന്നെ നീ ഇതിന് തിരഞ്ഞെടുത്തല്ലോ. പുറത്തുള്ള വിചാരിക്കും എന്താണോ, എന്തല്ലേ ജീവിതം അങ്ങനെ ആയല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അനുഭവിച്ചവർ പറയുന്ന അൽഹംദുലില്ലാ, അവരാണ് കൂടുതൽ ശുക്ർ കാണിക്കേണ്ടത്. കൂടുതൽ ശുക്ർ കാണിക്കേണ്ട ആരെന്ന് വെച്ചാൽ കൂടുതൽ ദീനിൽ പ്രവർത്തിക്കാനും അടുക്കാനും പറ്റുന്നവരാ. കാരണം അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ അനുഭൂതി, ആസ്വാദനം കിട്ടുള്ളൂ. അപ്പം അത് ആ കണക്ഷൻ തന്നെയാണ് വേറൊരു ഇതിൽ എന്ത് ചെയ്യുന്നത്, സൂറത്തുൻ നസ്റിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം, അല്ലേ? ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടോ. ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് നമ്മളൊന്ന് വിലയിരുത്താം. നമ്മുടെ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് നമസ്കാരം പോലും. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എൻ്റെ ചില ലക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അതിൽ ഇന്ന് പറഞ്ഞ സംഗതി എന്താണ്? വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞ കേട്ടോ. നമ്മളെ കുറിച്ചാണെന്ന് വിചാരിക്കണ്ട, നമ്മളങ്ങനെ ആയിരിക്കൂല എന്ന് വിചാരിക്കുക, അല്ലേ? നിസ്കരിക്കുമ്പോൾ എല്ലാം ഓർക്കും മുനാഫിക്കുകൾ, പക്ഷെ അള്ളാനെ കുറച്ച് ഓർക്കുള്ളൂ. ഓർക്കും കേട്ടോ, എല്ലാം ഓർക്കും, എല്ലാം ഓർമ്മ ഉണ്ടാവും, പക്ഷെ അള്ളാനെ കുറച്ച് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഒന്ന്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ നമുക്കുണ്ടോ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ടെസ്റ്റ് ചെയ്യണം. കുശാല നിസ്കരിക്കാൻ പോകുമ്പോൾ ഭയങ്കര മഴയാണ്, യാത്ര കഴിഞ്ഞ് വന്നു, ട്രിപ്പ് കഴിഞ്ഞ് വന്നു, രാത്രി 11-12 മണിയായി. മൊബൈലിൽ വീഡിയോ കാണാൻ ഒരു കുഴപ്പമില്ല, അള്ളാ 2 റക്അത്ത് നിസ്കരിക്കണമല്ലോ, അല്ലേ? അങ്ങനെ ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ലായിരിക്കും, അല്ലേ? അല്ല, അങ്ങനെ ഇതൊന്ന് നമ്മളൊന്ന് ഹിസാബ് ചെയ്യട്ടോ. ഹിസാബ് ചെയ്യാം. പിന്നെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഒന്ന്, നമ്മുടെ വേർ ഐ വാണ്ട് ടു ഗോ എന്നുള്ളത് വേണം എഴുതി വെക്കുക. ഞാൻ പോകേണ്ട എവിടത്തേക്കാണ്? പരലോകത്തേക്കാണ്. എൻ്റെ സ്വപ്നം അതാണ്. അതിനിടക്ക് പല സംഗതി വരും, അങ്ങനെ ഉണ്ടല്ലോ. ഇതിനൊന്നും ഞാൻ ടെൻഷൻ എടുക്കുക. കാരണം എന്താ, അതെന്നെ അള്ളാഹു സ്ട്രെങ്ത് ചെയ്യണം. അപ്പോൾ ഈ എങ്ങോട്ട് ഞാൻ പോകണം എന്നുള്ളത് ക്ലാരിറ്റി മനസ്സിൽ ഉറപ്പിക്കുകയും എഴുതി വെക്കുകയും ചെയ്യട്ടോ. നമുക്ക് ഭയങ്കര അനുഗ്രഹം ഉണ്ടാക്കും. മൂന്നാമത്തെ സംഭവം, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. കൗസർ, അബൻഡൻസ് എന്നുള്ള നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്, അല്ലേ? എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ എന്താണ്, ജനിക്കുന്നതിന് ഉപ്പ മരിക്കുക, 6-ാം വയസ്സിൽ ഉമ്മ മരിക്കുക, പിന്നെന്താണ് നാട്ടുകാരൊക്കെ ആട്ടി അകറ്റുക. ഇങ്ങനൊരവസ്ഥ നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ, അല്ലേ? അത്രയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് എണ്ണുക. പറ്റെങ്കിലും എന്ത് ചെയ്യുക, ഇടയ്ക്കൊന്ന് ആലോചിക്കുക, എഴുതേണ്ടവരെ എഴുതുക. അപ്പം അങ്ങനെ ഈ 3 ആക്ഷൻ ഒന്ന് എടുത്തു നോക്കുക. ദബിയ നമസ്കാരം സ്പെസിഫിക്കലായിട്ട്, പരലോകത്ത് എങ്ങോട്ട് പോകണം എന്നൊരു ക്ലാരിറ്റി വേണമെങ്കിൽ എഴുതി വെക്കുക. മൂന്നാമത്തെന്ന് വെച്ചാൽ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കൊന്ന് 2 ക്ലാസ് തന്നെയുള്ളൂ, അല്ലേ? അതെ, 2 സൂറത്ത്. ഓക്കെ, ഇൻഷാല്ലാ വൈൻഡപ്പ് ചെയ്യാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.